പലരും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് അവർക്കിപ്പോൾ 20,000 രൂപ സാലറി ആണെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് 15,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചോദിക്കാം 35,000 രൂപ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് പലരുടെയും ചിന്ത. ഒരു 10,000 രൂപ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു 30% 40% മാക്സിമം യൂസ് ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യരുത്. ക്രെഡിറ്റ് കാർഡ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, സെക്യൂർഡ് ഉണ്ട്, അൺസെക്യൂർഡും കാർഡ് ഉണ്ട്. സെക്യൂർഡ് വെച്ചാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ സിബിൽ സ്കോർ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊരു FD ഇടാം, ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ട് FD ഇട്ട് കഴിഞ്ഞാൽ FDക്ക് അഗേൻസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് വരും. ഫോർ എക്സാമ്പിൾ ഞാനൊരു 25,000 രൂപ ഞാൻ FD ഇട്ടിട്ടുണ്ട്, അത് അവിടെ ബ്ലോക്ക് ആവും. അതിന് അഗേൻസ്റ്റ് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് തരും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ എക്സാമ്പിൾ 25,000 ആണെങ്കിൽ എനിക്ക് ലിമിറ്റ് അത് 18,000 രൂപയോ ചിലപ്പോൾ 17,000 രൂപ വരെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അപ്പുറം യൂസ് ചെയ്യാൻ പറ്റില്ല. അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, സ്ലോലി നമുക്ക് ഈ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. വളരെ സാമ്പത്തിക, കാരണം ഇതെല്ലാം ഫ്രീ കിട്ടുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും, പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ബില്ല് നോക്കുന്നില്ല, അടച്ച് കുറച്ച് പകുതി അടക്കി പിന്നെ ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കും. ലാസ്റ്റ് അവസാനം എന്താവും, നമുക്ക് ഒരു ലോൺ പോലും നമ്മൾ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. ക്രെഡിറ്റ് കാർഡ് പലരെ സംബന്ധിച്ച് അത് കിട്ടിയാൽ കൊള്ളാം, കിട്ടണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തലവേദനയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ്. ശരിക്കും ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? പലരും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് അവർക്കിപ്പോൾ 20,000 രൂപ സാലറി ആണെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് 15,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അവർ ചോദിക്കാം 35,000 രൂപ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് പലരുടെയും ചിന്ത. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 10,000 രൂപ, ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു 30% 40% മാക്സിമം യൂസ് ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യരുത്. ക്രെഡിറ്റ് കാർഡ് ഏറ്റവും ബെസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ സിബിൽ കുറവുണ്ടെങ്കിൽ അത് നമുക്ക് കൂട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഒന്ന് ക്രെഡിറ്റ് കാർഡും പിന്നെ ഗോൾഡ് ലോൺസ്, അങ്ങനെ ചെറിയ ഇല്ലെങ്കിൽ EMI സീറോ നോ കോസ്റ്റ് EMI ഒക്കെ എടുത്തിട്ട് നമുക്ക് സിബിൽ കൂടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇതാണ്. ക്രെഡിറ്റ് കാർഡും നല്ല രീതിയിൽ തന്നെ ഇൻപുട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് റിവാർഡ്സ് കിട്ടും. ഈ ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്തിട്ട് കുറേ അധികം റിവാർഡ്സ് കിട്ടും. പലരും ഇത് യൂസ് ചെയ്യത്തില്ല ആക്ച്വലി ഇതിൽ. സോ ഈ റിവാർഡ്സ് കിട്ടാനായിട്ട് നമുക്കിപ്പം നമ്മൾ പെട്രോൾ അടിക്കാൻ പോവുകയാണെങ്കിൽ ഇവരുടെ തന്നെ ഇപ്പം SBIയുടെ ആണെങ്കിൽ ഫ്യൂവൽ കാർഡ്സ് ഉണ്ടായിരിക്കും, ഇല്ല ഇന്ത്യൻ ഓയിലിൻ്റെ ഫ്യൂവൽ കാർഡ് ഉണ്ട്. അപ്പം അത് ഓരോ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ ഉണ്ട്, SBIയുടെ ഉണ്ട്. ഞാൻ അതുപോലെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് പോകുമ്പോൾ പിള്ളേർ ഇപ്പം മെയിൻ കമ്പനിയുടെ ഓട്ടത്തിനാണെങ്കിൽ ഞാനത് കൊടുത്തുവിടും. എന്തായാലും ഫുൾ ടാങ്ക് അടിക്കും. നമ്മളൊന്ന് ഒരു മാസം എങ്ങനെ പോയാലും നമ്മളൊരു കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ തന്നെ മിനിമം ഒരു 10,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടതിൽ ഡീസൽ അടിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഈ കാലത്ത് നമ്മൾ അതുപോലെ ഓടുന്നുണ്ട് കയ്യിലുള്ളപ്പം. സോ ഡെഫിനറ്റ്ലി അതുപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അനാവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതിന് 18% 20% ഇൻട്രസ്റ്റ് ഒക്കെ ചെയ്യും. ചിലർ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് കാണിക്കുന്നത് ക്രെഡിറ്റ് കാർഡിനകത്തൊന്ന് വിഡ്രോൽ നടത്തും പോയിട്ട് അത് നല്ല ഇൻട്രസ്റ്റ്, നല്ല ഇൻട്രസ്റ്റ് അതിന് നല്ല ഇൻട്രസ്റ്റ് ഡബിളോ ട്രിപ്പിളോ എങ്ങാണ്ട് വരുന്നുണ്ട് അതിന്. പക്ഷേ ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് അരുൺ ഓൾറെഡി സിബിൽ സ്കോർ പറഞ്ഞപ്പോൾ ക്രെഡിറ്റ് കാർഡ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, സെക്യൂർഡ് ഉണ്ട്, അൺസെക്യൂർഡും കാർഡ് ഉണ്ട്. സെക്യൂർഡ് വെച്ചാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ സിബിൽ സ്കോർ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊരു FD ഇടാം, ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ട് FD ഇട്ട് കഴിഞ്ഞാൽ FDക്ക് അഗേൻസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ് വരും. ഫോർ എക്സാമ്പിൾ ഞാനൊരു 25,000 രൂപ ഞാൻ FD ഇട്ടിട്ടുണ്ട്, അത് അവിടെ ബ്ലോക്ക് ആവും. അതിന് അഗേൻസ്റ്റ് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് തരും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ എക്സാമ്പിൾ 25,000 ആണെങ്കിൽ എനിക്ക് ലിമിറ്റ് അത് 18,000 രൂപയോ ചിലപ്പോൾ 17,000 രൂപ വരെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറം യൂസ് ചെയ്യാൻ പറ്റില്ല. അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, സ്ലോലി നമുക്ക് ഈ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം. അതൊരു മെത്തേഡായിട്ട്, അതാ പറഞ്ഞ് സെക്യൂർഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സാമ്പത്തികമായിട്ട് എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു സിബിൽ സ്കോർ ഉയർത്തണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ സെക്യൂർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ പല ആൾക്കാരും ഇതിൻ്റെ മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമേ ആൾക്കാർ അടയ്ക്കുന്നുള്ളൂ. അത് ഏറ്റവും വലിയൊരു ഇവൻ നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം അറിയാം, ക്രെഡിറ്റ് കാർഡില്ലാത്ത ആൾക്കാരില്ല. പലരും ആദ്യം കിട്ടുമ്പോൾ എനിക്ക് ക്രെഡിറ്റ് കാർഡ്, പ്രത്യേകിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് 1-2 ക്രെഡിറ്റ് കാർഡ് വേണം. പിന്നെ നമ്മൾ പലരും നോക്കുന്നില്ല, 3-4 കാർഡിൻ്റെ ആവശ്യമില്ല. പല ടൈപ്പിൽ കാർഡുകളുണ്ടല്ലോ, ശരിയല്ല, പല ടൈപ്പിൽ. ഫോർ എക്സാമ്പിൾ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ട്രാവൽ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ അവർക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാർഡുകൾ കിട്ടുമായിരിക്കും. അല്ല, എൻ്റെ ആവശ്യം എന്താണ്, എനിക്ക് ഓൺലൈൻ പർച്ചേസാണ്. അപ്പോൾ ഓൺലൈൻ പർച്ചേസ് എനിക്ക് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് ഫോർ വുമൻസിനൊക്കെ ആകുമ്പോൾ ഗ്രോസറി അവർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഓരോ പർപ്പസ് അനുസരിച്ച് നമുക്കത് ക്രെഡിറ്റ് കാർഡിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെ. മിനിമം ബാലൻസ് പേ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഇവരുടെ കയ്യിൽ ഇപ്പം ജോബിന് ഇത് ഐഫോൺ വാങ്ങിച്ചു, ഇവർ EMI ഇട്ടു, സംഭവം പോയി, ജോബ് നിന്നുപോയി എന്തെങ്കിലും റീസൺ കൊണ്ട്. ഇപ്പം മജോറിറ്റി ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടുവരുന്ന, സാറും കണ്ടു കാണും, സുശേഷനും കണ്ടു കാണും, എല്ലാവരും കണ്ടൊരു കാര്യമായിരിക്കും. അതായത് ജോലിക്ക് ആൾക്കാർ വരുന്നു, പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നു. ഇപ്പോഴത്തെ ന്യൂ ജെന്നോ വാട്ടോ വിറ്റീസ് ഞാൻ അത്ര പറയുന്നില്ല, ഐ എം ജസ്റ്റ് 26. എന്നിരുന്നാൽ തന്നെ കുറേ വരുമ്പോൾ നമ്മളുടെ പല കമ്പനികളിലാണെങ്കിലും വരിക നോ ഷോയാ, 2 ദിവസം കയറും, പിന്നെ പരിപാടി നിർത്തും. അവർ മോട്ടിവേറ്റഡ് ആയിട്ട് വരും, EMI ഒക്കെ എടുത്തതിൻ്റെ ബേസിസിൽ ഈ സന്തോഷത്തോടെ വരും. പക്ഷേ അവർ നിർത്തി കഴിയുമ്പം നെക്സ്റ്റ് മന്ത് അവർക്ക് ഇത് അടയ്ക്കാനായിട്ടില്ല. കാർഡ് യൂസ് ചെയ്ത് ഉരച്ച് തീർന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ മിനിമം അടയ്ക്കാമെന്ന് വെച്ചാൽ അടയ്ക്കും. പക്ഷേ അതിൻ്റെ ഇൻട്രസ്റ്റ് ഡബിളായി ലാസ്റ്റ് അതിൻ്റെ ലെറ്റ്സ് ആ കാർഡ് 25,000 ആണെങ്കിൽ 50,000 അടയ്ക്കേണ്ട അവസ്ഥയിലോട്ട് വന്ന് നിൽക്കുക പലപ്പോഴും.
മിനിമം പേയ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം മാറ്റി വെച്ചേക്കുക. അത് ബാങ്കിൻ്റെ ഒരു സ്കാമാന്ന് വേണം പറയാം. നമ്മുടെ താൽക്കാലിക സൗകര്യത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മുടെ എക്സ്പെൻസിന് നമ്മളെയും എമൗണ്ട്, ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ മാസം ഒരു 15,000 രൂപ എൻ്റെ ബിൽ ഡ്യൂട്ട് വന്നു, ബിൽ ഡേ എനിക്ക് വന്ന് ഈ മാസം 17-ാം തീയതിയോ അല്ലെങ്കിൽ 25-ാം തീയതിയോ നമ്മൾ അടയ്ക്കേണ്ടി വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ മിനിമൈസ് ആയിട്ട് അടയ്ക്കും. പക്ഷേ ചാർജ് വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് ആ ഫുൾ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലാഭിക്കാൻ പറ്റും. പിന്നെ ക്രെഡിറ്റ് കാർഡ് പറയുന്നത് നല്ലൊരു ടൂളാണ്. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ടൂളായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. വളരെ സാമ്പത്തിക, കാരണം ഇതെല്ലാം ഫ്രീ പറഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ബില്ല് നോക്കുന്നില്ല, അടച്ച് കുറച്ച് പകുതി അടയ്ക്കും. പിന്നെ ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കും. ലാസ്റ്റ് അവസാനം എന്താകും, നമുക്ക് ഒരു ലോൺ പോലും നമ്മൾ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. ഞാനും കണ്ടിട്ടുണ്ട് ഇതുപോലെ പലരും ഒരു ലോൺ അടയ്ക്കാനായിട്ട് അടുത്തൊരു ലോൺ എടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നത്. സോ അത് ഡെഫിനറ്റ്ലി അതും ചിലർ ഇൻട്രസ്റ്റ് കൂട്ടിയെടുക്കും, എങ്ങനെയും അത് തീർക്കണം, അവിടെ പ്രശ്നമാണ്. ചിലപ്പം ലോക്കൽ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നോ പലിശയ്ക്ക് വാങ്ങിക്കുന്ന വല്ല പരിപാടിയൊക്കെ ആയിരിക്കാം. അത് തീർക്കാനായിട്ട്, അത് പ്രശ്നമാകാതിരിക്കാൻ കടത്തിനു മേലെ കടത്തിലോട്ട് പൊക്കോണ്ടിരിക്കും. അത് പേഴ്സണൽ ഫിനാൻസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നം തന്നെയാണ്. ഞാൻ പേഴ്സണൽ ഫിനാൻസിൽ ഏറ്റവും വലുതായിട്ട് ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് ഒരു 2017-18 സമയങ്ങളിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 lakh 3 lakh ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കത് പോരാ. മന്തിൻ്റെ ആകുമ്പോൾ പൈസ തീരുക. എന്താ സംഭവിക്കുന്നത് എനിക്കും അറിയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പാർട്ണറിന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവിടെയും ജനറേറ്റ് ചെയ്തു. ഈ 2 to 3 lakh എന്ന് പറയുന്ന ടോട്ടൽ കമ്പനിയുടെ ഇതാണ് കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫുള്ളി തീർന്ന് പോയിക്കൊണ്ടിരിക്കുക. പൈസ കൂടുതൽ ഞാൻ ഇൻകം ജനറേറ്റ് ചെയ്തു, പക്ഷേ പിന്നെ എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് പേഴ്സണൽ ഫിനാൻസിൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ തന്നെ എഴുതാൻ തുടങ്ങി. എൻ്റെ ഒരു മാസത്തെ ചിലവ് മുഴുവൻ എഴുതി. അതിനകത്ത് എനിക്ക് ആവശ്യമുള്ളത് എത്ര, സാറ് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ളത് ഏതാണ്, ആവശ്യമില്ലാത്ത ഏതാണ്, ഇല്ലെങ്കിൽ നമുക്ക് അർജൻറ്റായിട്ട് എന്താണ്, ഇപ്പം നീഡി ആയിട്ടുള്ളത് എന്താണുള്ളത് ഞാൻ നോക്കിയിട്ട് കട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാനിപ്പം എനിക്കൊരു എക്സൽ ഉണ്ട്, ഇപ്പോൾ പല ആപ്സ് ഉണ്ട്, വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആപ്സ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഞാൻ ബേസിക്കലി ഇപ്പോൾ ഒരു എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ കുറച്ച് ആപ്സ് ഞാൻ യൂസ് ചെയ്യുന്നത്, മിൻ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ ആപ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബെറ്ററാണ്. പലരും വിചാരിക്കുമ്പോൾ എന്താ, ഞാൻ ആ ഒരു ആപ്പിൽ കയറണമെങ്കിൽ എനിക്ക് 1000 രൂപ കൊടുക്കണമെന്നാണ്. പക്ഷേ ഈ സാധനം ഇല്ലാത്ത കാരണം ഇവരിവിടെ ലക്ഷങ്ങളായിരിക്കും, ഇല്ലേ 10,000 20,000 കൊണ്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട് അനാവശ്യമായിട്ട്. ഇപ്പോൾ നമ്മൾ പല സാധനങ്ങൾ വാങ്ങിക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമോഷണൽ വേയോ ചിന്തിക്കാതെ വാങ്ങിക്കുവാണ്. ഇതൊക്കെ നടക്കുന്നത് ഒരു ബഡ്ജറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ആവശ്യം, അനാവശ്യം, പിന്നെ അത്യാവശ്യം, ഇത് നമ്മൾ നോക്കും. ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ട്, നമുക്ക് അത്യാവശ്യമുണ്ട്, പിന്നെ അനാവശ്യം കൂടിയിട്ടുള്ള നമുക്കറിയാം. ഒന്നും വേണ്ട, പലപ്പോഴും മന്തി കഴിക്കാൻ പോകുന്ന പരിപാടി, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പാർട്ടിക്ക് പോകുന്ന പരിപാടി, അതൊക്കെ ഒഴിവാക്കിച്ചാൽ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരാൻ പറ്റും തീർച്ചയായിട്ടും. കാരണം പല ആൾക്കാർക്കും നമ്മളിപ്പോൾ അറിയില്ല, പക്ഷേ ഒരു കഴിയുമ്പോൾ നമ്മൾ നോക്കുക, ഞാനിപ്പോൾ എനിക്കൊരു ഇത്ര രൂപ സാലറി കിട്ടുന്നുണ്ട്, അതിന് എനിക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, വെതർ അത് മ്യൂച്വൽ ഫണ്ട്സിലായിക്കോട്ടെ സ്റ്റോക്കിലായിക്കോട്ടെ, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളേക്ക് അത് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ കറക്റ്റായിട്ടൊരു ഫ്ലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണി മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ലെവലിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനെന്താ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊന്നുമല്ല, ചിലപ്പോൾ നോക്കും നാളെ വന്നാൽ നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ മറ്റന്നാൾ കാണാം. പക്ഷേ ഇതൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വളരെയേറെ നമുക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഹോം ലോൺ എടുക്കേണ്ടി വരും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്താണ്, ഇതെല്ലാം നമ്മൾ പലപ്പോഴും നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര പറയാൻ കാരണം. അപ്പോൾ അതൊന്ന് ഗൈഡ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ടുള്ള ആ ഒരു മണി മാനേജ്മെൻറ്റും പേഴ്സണൽ ഫിനാൻസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പലർക്കും താല്പര്യമില്ലാത്തൊരു മേഖലയാണ് സ്വന്തം പേഴ്സണൽ ഫിനാൻസിലെ സ്വന്തം ചിലവിനെ പറ്റി സംസാരിക്കാനോ സ്വന്തം ചിലവിനെ പറ്റി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാനായിട്ടോ ആർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ പല സമയത്ത് ഇല്ല എൻ്റെ ചിലവ് ഞാൻ എഴുതുന്നില്ല, നമുക്ക് തന്നെ ഒരു റിഗ്രറ്റ് തോന്നും പലപ്പോഴും. സോ ആരും അത് ചെയ്യാറില്ല. ആക്ച്വലി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് നമ്മളുടെ ആവശ്യം. നമ്മൾ നോക്കി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി കാണും അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, സർവ്വ ഇൻവെസ്റ്റ് ചെയ്യുക, ഓരോ മേഖലയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഫ്യൂച്ചറിൽ കിട്ടും. ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടും. പലരും ഒരു ഷോർട്ട് ടൈം ഗെയിമിന് ഇപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഇപ്പോൾ എൻ്റെ എല്ലാ പൈസ ഉണ്ട്, ഞാൻ ഈ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, എനിക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലാണ് പലരും നിൽക്കുന്നത്. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല, ഇതൊക്കെ ചെയ്ത് സാറ് പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് കടത്തിന് മേലെ കടമായി പ്രശ്നമായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ചിന്തിക്കാൻ തുടങ്ങിയത്. എനിക്ക് നോക്കാൻ ഇപ്പോൾ പല കമ്പനികൾ കടത്തി പോകുമ്പോൾ ഞാൻ ആലോചിക്കും, ഓക്കെ ഫൈൻ, എനിക്ക് എന്താ പറ്റിയത് അവിടെ നോക്കിയപ്പോൾ ഞാൻ ആ കമ്പനിയുടെ ഫിനാൻസ് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടില്ലായിരുന്നു, അനാവശ്യമായിട്ട് ചിലവ് ഞാൻ ചെയ്തു, വരവിനേക്കാളും കൂടുതൽ ചിലവ് ചെയ്യുന്നുണ്ടായിരുന്നു, പല രീതിയിലാകാം. അത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും നമ്മൾ നേരെ ഇതൊക്കെ ഡയറക്റ്റ് ചെയ്ത് നല്ലവനാകുകയൊന്നും അല്ലായിരുന്നു ചെയ്തത്. ഡെഫിനറ്റ്ലി എല്ലാവരും ചെയ്യുന്ന പോലെ മിസ്റ്റേക്സ് ഉണ്ടാക്കി നഷ്ടങ്ങൾ വരുത്തിയിട്ട് തന്നെയാണ് നമ്മളും ഇത് പഠിച്ചത്, കൊണ്ടനുഭവിച്ചത് തന്നെ ഇതല്ല. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.